Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 2008 മോഡൽ ഓൾട്ടോയാണ്. അതിൻ്റെ പവർ സ്റ്റിയറിംഗ് കോമൺലി കംപ്ലൈൻ്റ് ഉള്ളതാണ് എല്ലാ വണ്ടിക്കും. അപ്പം ഇതാണ് അതിൻ്റെ രണ്ട് ബോർഡ് വരുന്നുണ്ട്. ഇത് ഇൻസൈഡ്, ഇത് ഔട്ട് സൈഡ് ബോർഡ്. ഈ ബോർഡിൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പാർട്സുകളൊക്കെ മാറ്റി റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്സുകളൊക്കെ ഞാൻ മാറ്റിയായിരുന്നു. ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അസംബിൾ ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് നോക്കണം. ഇതിങ്ങനെയാണ് ഈ ബോർഡ് ഫിറ്റ് ആവുന്നത്. ഡബിൾ ബോർഡാണിത്. ഇത് ഇത്രയും ഈ സോൾഡറിങ് ഇളക്കണം, ഇവിടെ ഇളക്കണം, എങ്കിൽ മാത്രമേ ഈ ബോർഡ് നമുക്ക് പുറത്ത് വരത്തുള്ളൂ. ഇത് നമുക്ക് അസംബിൾ ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ഈ സാധനം നമുക്ക് വണ്ടിയിൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വർക്കാവില്ലെന്ന് അന്നേരത്ത് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ ഞാൻ കുറച്ച് നേരത്തേക്ക് സോൾഡറിങ് വേണ്ടി പോകുന്നുണ്ട്. സോൾഡർ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇത് ഫുള്ള് 3 സോൾഡർ ചെയ്യാനുണ്ട്. ഈ 3 ലെഗുകൾ ഫുള്ള് സോൾഡർ ചെയ്യാനുണ്ട്. ഇവിടെ സോൾഡർ ചെയ്യാനുണ്ട്. നമ്മൾ ഡീസോൾഡറിങ് ചെയ്തെടുത്താണ്. ഓക്കെ, ഇതാണ് ഓൾട്ടോയുടെ പവർ സ്റ്റിയറിംഗ് മോഡ്യൂൾ. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. ഒരു ഡോറും കൂടെ വരുന്നുണ്ട്, ഇവിടെ ഒരു ഡോർ കൂടെ വരും. അങ്ങനെയാണ് അടയ്ക്കുന്നത്. ഓക്കെ, ഗോയ്സ്, ഇതാണ് 2008 ഓൾട്ടോയാണ്. കോമൺ ആയിട്ടൊരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഹാർഡാകുന്നത്. ഒരുപാട് വണ്ടിക്ക്, പഴയ വണ്ടിക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. EPSൻ്റെ മോഡ്യൂൾ ഞാൻ നേരത്തെ റിപ്പയർ ചെയ്ത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നല്ല ഹാർഡായിരുന്നു. ഇപ്പോൾ ഇത് നല്ല ഹാർഡാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നല്ല ഫ്രീ ആയിട്ടുണ്ട്. ആ മോഡ്യൂൾ നന്നായിട്ട് ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. ഈ മോഡ്യൂൾ ഇപ്പോൾ ഓക്കെയാണ്. ഇങ്ങനെയാണ് ഓൾട്ടോയുടെ പവർ സ്റ്റിയറിംഗ് മോഡ്യൂൾ റിപ്പയർ ചെയ്യുന്നത്. ഓക്കെ,